വിഷുവായിട്ട് ബന്ധപ്പെട്ട് കേരളം ഒരിക്കലും കാണാത്ത ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് അത്രേ. സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചില ആൾക്കാർ മന്തി കച്ചവടം നടത്താനായിട്ട് വിഷുവിനെയും ആധാരമാക്കിയിട്ട് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറെ പോസ്റ്ററുകൾ അടിച്ചിറക്കി. ഇതാണോ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച? അല്ല, വേറൊരു കാഴ്ചയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച. അതെന്തായിരുന്നു? അതായത് ഇങ്ങനെ പോസ്റ്റർ അടിച്ചിറക്കിയ ആൾക്കാർക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കി, മതവികാരം വ്രണപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ക്രിമിനൽ കേസ് വരികയും ഈ ആൾക്കാര് ഈ പറഞ്ഞ പോസ്റ്ററുകളെല്ലാം പിൻവലിച്ച് അതൊരു അബദ്ധത്തിൽ പറ്റിയതാണ്, നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ഡിസൈൻ ടീമിനാണ് കൊടുത്തത്, അവര് ഒപ്പിച്ച പണിയാണ്, ഇതിൽ നമ്മൾ നിഷ്കളങ്കരാണ്, പോസ്റ്റ് ചെയ്തപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ തോന്നി, പക്ഷേ നമ്മളത് പോസ്റ്റ് ചെയ്താണ്, ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് മാപ്പാക്കണം എന്ന് പറഞ്ഞു വന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിനെ കൃഷ്ണനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടിക്കുഞ്ഞു ഇവിടെ നിന്ന് പ്രതികരിക്കുകയില്ല, എന്തും പറയാം എന്നൊരവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ വിഷുദിനം വരെ കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. എന്തുകൊണ്ടങ്ങനെ ആയി? നമുക്കറിയാം, ഒരുപാട് പേര് ഈ കേസ് എടുത്തായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണനും കോഴിയും തമ്മിൽ എന്തോ വന്നേ പ്രശ്നം, ചിക്കനും തമ്മിൽ എന്താ പ്രശ്നം? അങ്ങനെ ഒരു ഇപ്പം മന്തിക്കടയിൽ മന്തി അല്ലാതെ വേറെ എന്തോ വെച്ചിട്ട് അവര് മാർക്കറ്റ് ചെയ്യേണ്ടത്? കൃഷ്ണന്റെ ഒപ്പം ഒരു മന്തി വെച്ചെന്ന് കരുതിക്കൊണ്ട് ഇതൊക്കെ അത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ? കണ്ടോ, BJP വന്ന് ഇവിടെ വർഗീയത വളർത്തിയത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആണോ? ഇവിടെ ഏത് ദൈവത്തിനെ കളിയാക്കിയാലും അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വരെ ചില പ്രത്യേക മതക്കാരുടെ ദൈവങ്ങളുടെ പേര് വെറുതെ പരീക്ഷാ പേപ്പറിൽ എഴുതിയാൽ പോലും കൈവെട്ടുന്ന കാലം ഉണ്ടായതുവരെ. അതിനുശേഷം പിന്നൊന്നും പഴയതുപോലല്ല, ആ പേര് പറയാൻ ആൾക്കാർ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കൈവെട്ടുവോ തലവെട്ടുവോ കുടുംബം നശിപ്പിക്കുവോ എന്നൊക്കെ ഭയക്കുന്ന ഒരു അവസ്ഥയിലെത്തി. ഈ മതവികാരം വ്രണപ്പെടുക എന്നൊരു സാധനത്തിന്റെ ഏറ്റവും ഭീകരമായ വശം കേരളം കണ്ടത് അന്നാണ്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയിടപ്പെട്ട സമയം. അതിനുശേഷം അതിന്റെ പല വേർഷനുകളും നമ്മൾ കണ്ടു. ഏറ്റവും ഭീകരമായ വേഷൻ എവിടെ നിന്നായിരുന്നു പുറപ്പെട്ടു വന്നത്? സഹിഷ്ണുത കാണിച്ചിരുന്നത് നേരത്തെ പറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിരുന്ന ഒരേ ഒരു വിഭാഗം സത്യത്തിൽ ഹിന്ദുക്കളായിരുന്നു. ചില ക്രിസ്ത്യാനികളും 1-2 കേസൊക്കെ പോയിരുന്നെങ്കിലും ചില ക്രിസ്ത്യാനികൾ, ബാക്കിയുള്ള ആൾക്കാരെ അത് മൈൻഡ് ചെയ്തിരുന്നില്ല. ആ ഹിന്ദുക്കളുടെ സഹിഷ്ണുത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. സന്തോഷമായില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. മാറി ഇന്ന് ഈ കാഴ്ച കണ്ട് അപലപിക്കണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സത്യത്തിൽ നിങ്ങളൊക്കെ കൂടി ഇതിവിടെ കൊണ്ടെത്തിച്ചു. നിങ്ങൾ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ദൈവത്തെ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, നമ്മുടെ ദൈവത്തെ പറയാൻ നമ്മൾ സമ്മതിക്കില്ല, കൈയല്ല തലയല്ല നാവ് വെട്ടും, എന്തു വേണമെങ്കിലും നമ്മൾ വെട്ടും. ആ ഭയം നിങ്ങൾക്ക് വേണം. ആ ഭയത്തിന്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസം ഇവിടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഭയം നൽകാൻ അപ്പുറത്തുള്ളവർക്കും സാധിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മതസ്പർദ്ധ അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുന്നു, ഇതൊന്നും ചെറിയ കേസൊന്നുമല്ല. നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലുള്ള ആളെ വിമർശിക്കാം. നിങ്ങൾക്ക് പലപ്പോഴായിട്ട് അറിയാം, ഞാൻ പല വീഡിയോസിലൊക്കെ സഭയെ, അതുപോലെ ക്രിസ്തുവിന്റെ കാര്യങ്ങളെ, ബൈബിള്, ഇതൊക്കെ ഞാൻ വിമർശിച്ചും അല്ലാതെയൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ അവരിൽപ്പെട്ട ആൾ തന്നെയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നാൽ നേരെ തിരിച്ച് ഒരു ഹിന്ദു ദൈവത്തെയോ ഒരു ഇസ്ലാമിക ദൈവത്തെയോ അവരുടെ ആചാരങ്ങളെയോ അവർ പിൻപറ്റുന്ന വിശ്വാസത്തെയോ കളിയാക്കാൻ ഇതേപോലത്തെ ഫോട്ടോ പരമായിട്ടോ അല്ലെങ്കിൽ എന്റെ ഈ കൊന്തയോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ ഞാൻ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് എവിഡൻസ് ആണ്. വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന കേസ് പോലെ അല്ല അത്. കൃഷ്ണനോടൊപ്പം ഒരു മന്തി വെച്ചത് വലിയ ഗുരുതരമായ കേസാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അല്ലാതെ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇവരുടെ തന്നെ റമസാന്റെ മാർക്കറ്റിംഗ് ഒന്ന് കണ്ടോ? എന്താ റമസാന്റെ ആ ഒരു മാർക്കറ്റ് ചെയ്ത സമയത്ത് ആ പേജിൽ ചിക്കനെ വെക്കാൻ മറന്നു പോയതാണോ? എന്താ അവിടെ ചിക്കൻ വെക്കാഞ്ഞേ? അപ്പൊ എവിടൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ചേട്ടൻ അറിയാം. ചേട്ടൻ അറിയാതെ പറ്റിയതല്ല, ചേട്ടൻ മാത്രമല്ല, മറ്റു 4 ഇടങ്ങളിൽ ഇതുപോലെ തന്നെ അറിയാതെ പറ്റി പറ്റിയിട്ടുണ്ട്. അതും കൂടെ കണ്ടില്ലേ? ഇതൊക്കെയും ഈ പറഞ്ഞതുപോലെ ആരും വിഷു ആഘോഷിക്കുന്ന ആ ഒരു മതവിഭാഗക്കാരനല്ല, കണി കാണണ്ട ഒരു മതവിഭാഗക്കാരനല്ല. അപ്പൊ നിങ്ങളുടേതല്ലാത്ത കൃഷ്ണനെ നിങ്ങൾ അപമാനിക്കാൻ പാടില്ല എന്നിപ്പോ മനസ്സിലായില്ലേ? ഇവിടെ വരെ നിങ്ങൾ എത്തിച്ചു, ഇനി അങ്ങോട്ട് അങ്ങനെ. അതെ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്താണ് പറയുന്നത്? ഹിന്ദുക്കളെ തിരിച്ചടിക്കാത്താണോ പ്രശ്നം? അവരുടെ സരസ്വതി ദേവിയെ, അവരുടെ കൃഷ്ണനെ ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നിങ്ങൾ കളിയാക്കുമ്പോൾ അവരൊന്നും മിണ്ടാതിരിക്കുന്നതല്ലായിരുന്നോ ഇതുവരെയുള്ള പ്രശ്നം? അവർ മിണ്ടിത്തുടങ്ങിയപ്പോൾ അത് വർഗീയതയായി. മിണ്ടിച്ചു, ഇങ്ങനെയാണ് നിങ്ങൾ ഈ നാട് ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിവൃത്തിയില്ല. എന്റെ ക്രിസ്തുവിനെ എനിക്ക് കുറ്റം പറയാം, കൃഷ്ണനെയും നബിയും ഒക്കെ വെറുതെ വിടാം, അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നോ യുവർ ലിമിറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിധികളുണ്ട്. ആ പരിധികൾക്കുള്ളിൽ ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒരാൾക്കും പറ്റില്ല. ശശികല ടീച്ചറെ പോലുള്ളവർ നിരന്തരം ഇങ്ങനെ മതവിദ്വേഷ കാര്യങ്ങൾ പറയുന്നു, എന്നിട്ടും കേസെടുക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് സ്പർദ്ധ ഉണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. അതുപോലെയല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും കോടതിയിൽ എത്തുമ്പോൾ പല രീതിയിൽ വളച്ചൊടിക്കാം, ഇല്ലാതായി പോകാം. അതുപോലെയല്ല ഒരു ചിഹ്നം പ്രദർശിപ്പിച്ചുണ്ടാവുന്ന കേസ്. മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്തായാലും
കേരളത്തിന്റെ മതമൈത്രി പറഞ്ഞു പറഞ്ഞ എല്ലാവരും കൂടി ഇവിടം വരെ എത്തിച്ചല്ലോ. കൊള്ളാം. തുറന്നു കാണുക ആക്സ് ന്യൂസ്.